നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചുരിദാർ സെറ്റ് കാണിക്കണമെന്ന് എന്നും വിചാരിക്കും, പക്ഷേ സാരിയല്ലേ ആയി പോവാം. ചുരിദാർ സെറ്റ് നമ്മുടെ ഷോപ്പിൽ ഫാമിലി സ്റ്റോറാണ്, എല്ലാം ഉണ്ട്. ചുരിദാർ സെറ്റ് ഉണ്ട്, സാരി ഉണ്ട്, കുർത്തി നമ്മളുടെ മെയിനാണ്. കുർത്തിയും ചുരിദാർ സെറ്റും. പക്ഷേ ഓൺലൈനിൽ കാണിക്കുന്ന കൂടുതൽ സാരികളാന്നേ ഉള്ളൂ. പിന്നെ ജെൻസിൻ്റെ ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് വരാവുന്നവർക്ക് വരാവുക. പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടുന്ന് തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന സാരികൾ നമ്മുടെ സെമി ടസറാണ് കേട്ടോ. ഈ ടസറിൻ്റെ എനിക്കെപ്പോഴും സെമി ടസർ കാണിക്കുമ്പം ഒരു ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യം ചോദിച്ചാൽ, ടസറാന്ന് പറഞ്ഞാൽ പോരാ, ടസറിൻ്റെ ആ ഫീല് കിട്ടണം. കാരണം ടസറിൻ്റെ ആരാധകർ അത്രയും ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ടസർ എടുക്കുന്നത്. കാരണം സൂക്ഷിക്കണമെങ്കിൽ പ്യുവർ ടസർ സൂക്ഷിക്കണം, നല്ലതായിട്ട് സൂക്ഷിക്കണം. നല്ല റേറ്റാണ്. അത് ഈ പറയുന്ന പോലെ ചില പുഴുക്കളുടെയൊക്കെ ഇതൊന്ന് ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കണം. അത്രയും രീതിക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നതും അതിൻ്റെ വീവിങ്ങും കാര്യങ്ങളും എല്ലാം അത്രയും കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആകും തോറും നമ്മളിപ്പോൾ കാഞ്ചീപുരം സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റ് സാധാരണ ഒരു ലോക്കൽ സെമി സിൽക്ക് സാരി വാങ്ങിക്കുന്ന പോലെ സൂക്ഷിച്ചാൽ പോരാ. പോലെ തന്നെ ടസറും അങ്ങനെ. അപ്പം സെമി ടസർ എടുക്കുന്ന ആൾക്കാർ അത് ടസറിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, പക്ഷേ അത്രയും പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കൂടിയാണ് എടുക്കുന്നതെങ്കിലും അവർക്ക് ടസറിൻ്റെ ആ ഫീൽ അതേപടി കിട്ടണം. ഇതിപ്പോൾ ടസറിൽ ജംദാനി വീവിങ് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ്. ടസറിൽ ജംദാനി വീവിങ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കണ്ടോ. നോക്കുന്നത് പീച്ച് ഷെയ്ഡാണേ. ഇതെല്ലാം വീവിങ് ആണ്, ജംദാനി വീവിങ് ആണ് ഞാൻ പറഞ്ഞല്ലോ. താഴെയായിട്ട് ഇത് കണ്ടോ ഒരു ചെറിയ ഗോൾഡൻ സെറി പോകുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു ഫങ്ഷൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലൗസ് വരുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരും. ഇതാണ് ബ്ലൗസ് കണ്ടോ. നോക്ക്, ഞാനിങ്ങനെ ബോഡിയിൽ ഇടുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ടസറിൻ്റെ തനി ആ ഒരു സംഭവം, ഈ ആ ഒരു മെറ്റീരിയലിന് വരുന്ന ആ സ്റ്റഫിന് വരുന്ന ആ ഒരു ലുക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് തൊട്ട് നോക്കുമ്പം ശരിക്കും മനസ്സിലാവും. നല്ല പ്യുവർ ടസർ തോറ്റുപോകുന്ന രീതിക്ക് ഉള്ള, അങ്ങനെ ഞാൻ പറയുന്നില്ല. പ്യുവർ ടസറിനെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന റേറ്റും ഇതും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും, പക്ഷെ നല്ലതാണ്. പിന്നെ അത്രയും കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്യുവർ ടസറൊക്കെ എന്ന് പറയുന്നത് നമ്മൾ മടക്കി തന്നെ ഒരുപോലെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയും ഭാഗം എടുത്തു. എനിക്ക് നല്ല ഇഷ്ടം പോലെ അനുഭവം ഉള്ളതാണ്. ഞാനൊക്കെ എന്തോ ഒരു ചുരിദാറിൻ്റെ കാര്യത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെന്നത്. ഇത്രയും ഭാഗം വെളുത്ത് ഇങ്ങനെ പോയി 7,000-8,000 രൂപയൊക്കെ കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് വിഷമം വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒത്തിരി നല്ല. ഇതതിൻ്റെ തന്നെ വേറൊരു കളറ്, പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. പിസ്ത ഗ്രീൻ്റെ എന്ന് പറഞ്ഞാൽ ലൈറ്റും പിസ്ത ഗ്രീൻ തന്നെ ലൈറ്റും ഡാർക്കും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. മുന്താണി ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ, വീഡിയോക്കകത്ത് കാണുന്നതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ കളറുണ്ട്. വീഡിയോക്കകത്ത് ഇച്ചിരി ഒരുമാതിരി ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഉണ്ടോ, ഒരിച്ചിരി വെളുപ്പാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കിവിടെ മിററിനകത്തൂടെ കാണും, പക്ഷേ അതല്ല. ഇത് തനി പിസ്ത ഗ്രീനാണ് കേട്ടോ. തനി പിസ്ത ഗ്രീനാണ്. പിസ്ത ഗ്രീൻ്റെ ലൈറ്റും ഡാർക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു വീവിങ്ങാണ്. ഇത് ഫുള്ളും വീവിങ്ങാണ്, പ്രിൻ്റ് അല്ല. ഈ ചെയ്തിരിക്കുന്ന ഫുള്ളും വീവിങ്ങാണ്. കാണിച്ചു തരാം കണ്ടോ, വീവ് ചെയ്തിരിക്കുന്നുണ്ടോ. ബ്ലൗസ് സെയിം തന്നെ, ബുട്ടാസും സെയിം തന്നെ. ബുട്ടാസും എന്താ സാധനം, ബുട്ടാസും ബോർഡറും വന്നിട്ട്. അടുത്ത കളറ് ഇതാ പിങ്ക് കണ്ടോ. ഇതാണ് മുന്താണി. ബ്ലൗസ് ഓരോന്നിനും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സെയിം തന്നെയാണ് ബ്ലൗസ്. ഈ ഒരു ബോർഡറും ഉണ്ട്, ബോഡിയിൽ ബുട്ടായും ഉണ്ട് ബ്ലൗസിൻ്റെ ബോഡിയിൽ. അതാണ് വ്യത്യാസം കണ്ടോ. ഈ ബോഡി ഇങ്ങനെ ചെറുത് പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതല്ല അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആ ടസറിന്റെ ഒരു സ്റ്റഫില്ലേ, ആ സ്റ്റഫ് വരുമ്പോൾ ബോഡിയുടെ ഭാഗത്ത് പ്ലെയിൻ അല്ല,
ബോഡിയിൽ ഓൾ ഓവർ ബോഡി ബുട്ടായുണ്ട് കണ്ടോ, ഉണ്ട്. പക്ഷെ ആ ടസറിൻ്റെ ആ ഒരു സ്റ്റഫ് വരുമ്പോഴാണ് അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഓ ചുമ്മാ ഒരു നോർമൽ സാരി, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. പക്ഷെ ആ ടസറിൻ്റെ ആ ഉടുത്തിട്ട് ആ ടസറിൻ്റെ ഒരു സ്റ്റഫ് നമ്മുടെ ശരീരത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു, അതാണ് അതിൻ്റെ ഗമ. ഒരു ചെറിയ ഗ്ലോയൊക്കെ ആയിട്ട്, ടസർ സിൽക്കാണല്ലോ, അതിൻ്റെ ഒരു ചെറിയ ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടുത്തത് പിസ്ത ഗ്രീൻ്റെ തന്നെ ഡാർക്ക്. മറ്റേത് ഇച്ചിരി ലൈറ്റ് ആയിരുന്നു, ഇച്ചിരി കുറേ കൂടെ ഡാർക്ക്. അതായത് വെച്ചാൽ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാന്ന് പറഞ്ഞില്ലേ, ഇതങ്ങനെ മിക്സ് അല്ല, ഫുള്ള് പിസ്ത ഗ്രീൻ തന്നെ. മുന്താണി വരുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വരും, ഇത് വരും മുന്താണി. കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊന്നും വ്യത്യാസം വരുന്നില്ല. അടുത്തത് ലാവണ്ടർ, ഡാർക്ക് ലാവണ്ടറാണ്, നല്ല ഷെയ്ഡാണ്. ലൈറ്റ് ലാവണ്ടറിനെ കഴിഞ്ഞും കുറച്ചും കൂടെ നമുക്കൊരു ലുക്ക് കിട്ടുന്ന ഡാർക്ക് ലാവണ്ടറിനാണ്. കണ്ടോ, ലാവണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റിൻ്റെ അനിയത്തി, കുഞ്ഞനിയത്തി, കൊച്ചനിയത്തിയായിട്ട് വരും. ഇത് കണ്ടോ, ഇതാണ് ചേച്ചി വയലറ്റ്. എൻ്റെ തൊണ്ട അടയ്ക്കുന്നു ഭയങ്കരമായിട്ട്, കുറേ സമയമായിട്ട് സംസാരം തന്നെ, എനിക്ക് വർത്താനം അങ്ങനെ ഒത്തിരി പറയാൻ പാടില്ല. എന്നിട്ടേ ഒത്തിരി ദിവസം കൂടി സ്റ്റാഫുമായിട്ട് എല്ലാ ദിവസവും രാവിലെ എനിക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉള്ള, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതില്ല. എന്നിട്ട് അതും കൂടെ കൂട്ടി ഇന്നിപ്പോൾ ഒരു 2 മണിക്കൂറായിട്ട് പലരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതുണ്ടോ ക്രീം, 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 നോക്ക് 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 നോക്ക്. ക്രീം അല്ലെങ്കിൽ സാൻഡൽ എന്ന് പറയാൻ പറ്റത്തില്ല, ക്രീമല്ലേ, ക്രീമല്ലേ, ക്രീമല്ലേ ഇത്. ആ ഒരു സ്റ്റഫ് സാൻഡൽ അല്ലേ, ആ ശരി കേട്ടോ, സാൻഡൽ ഷെയ്ഡാണ്, ചന്ദന കളർ. നല്ലതാണ് കേട്ടോ, ഭയങ്കര രസമാണ്. എനിക്ക് ചന്ദന കളർ സാൻഡലും ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനത് കാണുമ്പോൾ കൂടുതൽ കാണിക്കുന്നു. എന്നാൽ എല്ലാവർക്കും അങ്ങനെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്നാൽ അത് ഏത് ഒക്കേഷനിലും നമുക്ക് കൊടുക്കാമല്ലോ, നമുക്ക് ഡാർക്ക് മാത്രം ഇങ്ങനെയുള്ളിടത്ത് മാത്രമല്ല, എല്ലായിടത്തും നമുക്ക് കൊടുക്കാമല്ലോ. ഇനി അടുത്തത് ഞാൻ കഴിഞ്ഞ ദിവസം മൊഡാൾ കാണിച്ചില്ലേ, ആ മൊഡാളിന് ഭയങ്കര ആവശ്യക്കാരായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയി. എൻ്റെ ബാക്കി കളേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ. മൊഡാൾ സിൽക്കിൻ്റെ സാരിയാണ്, പ്രിൻ്റ് ഉള്ളത്. സാധാരണ നമ്മളെപ്പോഴും മൊഡാൾ സിൽക്ക് കാണുന്നത് ബോഡി പ്ലെയിനാണ് കൂടുതലും വരാറുള്ളത്. ഇത് പ്രിൻ്റ് ഉള്ളത്, ഇതുണ്ടോ നല്ലൊരു ബോർഡറൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്താണിയാണ്, കാണിച്ചു തരാം. ഉണ്ടോ എന്നാ രസമാണ്, നിങ്ങൾ നോക്കിയേ എൻ്റെ മുന്താണി കേട്ടോ, നല്ല ഭംഗിയാണ് മുന്താണി കാണാനായിട്ട്. ഇത് മൊഡാളിപ്പോൾ ഈ ഒരുമാതിരി ഒഴുക്കം പോലെ അങ്ങ് ഒഴുകി പോകുന്ന ടൈപ്പുണ്ട് മൊഡാൾ. ഇതങ്ങനല്ല, ഇത് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ പട്ടുപോലെ, പെട്ടെന്ന് സിൽക്കാണ്, നമ്മൾ പട്ട് പോലെയെന്ന് പറയില്ല, അതുപോലെ ഇങ്ങനെ സോഫ്റ്റാണ്, കൂളാണ്. എന്നും കൊണ്ട് മറ്റേ ആ ഒരു ഇതുപോലെ അങ്ങ് കണ്ടമാനം അങ്ങ് ഒഴുകി അങ്ങ് പോകത്തില്ല കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഫ്. ബ്ലൗസ് വരുമ്പോഴത്തേണ്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇനി അതിൻ്റെ കളർ ചേഞ്ച് മൊഡാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2000 എബവ് ഉണ്ടെന്ന് തോന്നുന്നു റേറ്റ്. ക്രീം ചന്ദന കളറ്. ഞാൻ അതിൻ്റെ മുന്താണി കാണിച്ചു, അതിൻ്റെ എല്ലാം മുന്താണിക്കാണ് ഭയങ്കര ഒരു ലുക്ക്. അല്ലെങ്കിൽ ഒരു സാരി നമ്മളെടുത്താൽ ബോഡിയെ കഴിഞ്ഞും ഇപ്പോൾ ചുരിദാർ സെറ്റാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്, ഷോൾസാണ് എല്ലാവർക്കും കാണേണ്ടത്. അതുപോലെ തന്നെ സാരി കണ്ടു കഴിഞ്ഞാൽ മുന്താണിയും ബോർഡർ കൂടുതൽ നോക്കുന്നത് അല്ലേ. ബ്ലൗസ് അല്ല മുന്താണി, പല്ലു. ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത്, എല്ലാം പറയുന്നവരും ഉണ്ട്. ഇതാ ഇനി ബ്ലൗസ് വന്നിട്ട് ദേണ്ടേ ഇത് വരും ബ്ലൗസ് എല്ലാത്തിനും ഏകദേശം സെയിമാണ്. മെറൂണയിൽ കൂടെ ബുട്ടായി ആയിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ നല്ല വശമല്ല ഇത്, ഇതാ നല്ല വശം. ഉണ്ടോ മടക്കിയിരിക്കുന്നതേ അങ്ങനെ. ഓക്കെ, അടുത്ത കളർ ദേണ്ട ഇതെന്നാ കളറാന്ന് ചോദിച്ചാൽ ഒരു ബ്രിക്കിൻ്റെ ഒരു കളറുണ്ട്,
എന്നാൽ മെറൂൺ ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മെറൂൺ ആണെന്ന് തോന്നും. ബ്രിക്ക് റെഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും തോന്നും. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ കേട്ടോ. ബോഡിക്ക് നല്ല ഡാർക്ക്, ബോർഡറെ വരുമ്പോൾ ലൈറ്റ്. ഇനി നമുക്ക് മുന്താണി കാണാം. ഹായ് ഹായ്, മുന്താണി നല്ല രസമുണ്ട് കേട്ടോ. അന്ന് ആ സാരി പെട്ടെന്ന് തീർന്നു പോയേ, എനിക്ക് ഒത്തിരി പേർക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല. അവർ ഈ സാരി എടുക്ക്, നല്ല ഭംഗി. ആ കളർ വന്നിട്ടില്ല നമുക്ക്. ഇതാ നല്ല മുന്താണി കേട്ടോ. മുന്താണിയുടെ അതേ സെയിം ആണ് ബ്ലൗസേ, സെയിം ബ്ലാക്ക്. ആ മുന്താണിക്ക് കണ്ടോ ബ്ലാക്ക് അല്ലേ കൂടുതൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ എൻ്റെ ഇങ്ങനെ വരും ബ്ലൗസ് കണ്ടോ, മൾട്ടി കളറിൽ പീച്ചും യെല്ലോയും കൂടെ കൂട്ടി നല്ല. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഇതാണ് ബ്ലൗസ്, ഇത് മുന്താണി. നല്ല ബോഡിയാണ്, നല്ല വിലപിടിപ്പുള്ള സാരിയുടെ സ്റ്റഫാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ 2000 എനിക്ക് തോന്നുന്നു 3000 ബിലോയാണ് റേറ്റ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒത്തിരി കൂടുതൽ അത് ഒരാളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നല്ല റേറ്റ് തോന്നിക്കും. ഇതൊരു റീസ്റ്റോക്ക് സാരിയാണ്. എല്ലാവർക്കും ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നത് കൊണ്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പം സീസൺ വരുമ്പോൾ വിഷു ആണെങ്കിലും ഈസ്റ്ററിനാണെങ്കിലും എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു സാൻഡൽ ഷെയ്ഡ്. സെമി ടെസറാണ് മെറ്റീരിയൽ. എന്നിട്ട് ഇതിൽ കൂടെ ബോർഡറിലേക്ക് ചെയ്തിരിക്കുന്നത് ഫുള്ള് എംബ്രോയ്ഡറിയാണ്. നിങ്ങൾക്ക് സാരി നല്ല ഓർമ്മ കാണും, ഞാനൊന്ന് കാണിച്ചതാണ്. ഞാൻ ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ്. ക്രിസ്മസിനും ജനനമാണ് മനസ്സിലെപ്പോഴും അല്ലേ, ഇഷ്ടപ്പാട് ജനനമാണ് മനസ്സിൽ കിടക്കുന്നത്. ക്രിസ്മസിനും ഈസ്റ്ററിനും വിഷുവിനും പറ്റിയ സാരിയാണ്. ഇതേ കണ്ടോ, ബോഡി ഫുള്ള് ബുട്ടായ, മേളിലത്തെ ബോർഡർ, മേളിൽ ബോർഡർ ഇല്ല, മേളിൽ പ്ലെയിൻ ആയിട്ട് വരും, താഴെ ബോർഡർ വരും. ബോഡി ഫുൾ ഓൾ ഓവർ ബോഡി ബുട്ടാസ് ഉണ്ട്. ഈ ഒരു ബുട്ട എംബ്രോയ്ഡറി വർക്കാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒന്നുപോലും പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് എംബ്രോയ്ഡറിയാണ്. സെമി ടെസറാണ് സ്റ്റഫ്. മുന്താണിക്ക് ഈ പ്രത്യേകതകളൊന്നുമില്ല, ഇങ്ങനെ തന്നെ വന്നിട്ട് ടാസിൽസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ബ്ലൗസ് വരുമ്പോൾ, ബ്ലൗസ് അല്ലത്, ബ്ലൗസ് വരുമ്പോൾ ഇതാണ് പ്ലെയിൻ ആയിട്ട് വരും. കണ്ടോ, പ്ലെയിൻ ബ്ലൗസ്. കയ്യിലുണ്ടോ ഇല്ല, പ്ലെയിൻ ബ്ലൗസ്. വേണമെങ്കിൽ മെറൂൺ ബ്ലൗസൊക്കെ വേണമെങ്കിൽ ഇടാം, നല്ല രസമായിരിക്കും. ഇനി എപ്പോൾ നോക്കിയാലും ടെസർ ഈ കുറച്ച് ദിവസങ്ങളാണ് എന്നു വെച്ചാൽ അതുപോലെ ആവശ്യക്കാരാണ് കേട്ടോ. ടെസർ പിന്നെ നെറ്റ്കോട്ട, ഇത് രണ്ടും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സെമി സിൽക്ക് സാരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നും എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ട് ഇതേ സെമി സിൽക്ക് സാരി ബഡ്ജറ്റ് റേറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, ബിലോ 1000 ഉള്ളൂ, വെറും 980 രൂപയേ ഉള്ളൂ. നല്ല ഇത് കണ്ടോ, ഇതിൻ്റെ ബോർഡർ നോക്കുക നിങ്ങൾ, പിന്നെ ആ ഭംഗിയുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് പോലത്തെ, ക്രോസ് സ്റ്റിച്ചാണോ എന്ന് എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല. എന്നാണെങ്കിലും വീവിങ് ആണ്, അതെനിക്കറിയാം, പ്രിൻ്റ് അല്ല. ഇത് ഫുള്ള് ബോഡി വീവിങ് ആണ്, സെമി സിൽക്കാണ് മെറ്റീരിയൽ. മുന്താണി കാണിച്ചു തരാം, നല്ലൊരു മുന്താണിയാണ്. കണ്ടോ, ഇതാണ് മുന്താണി. ആ മുന്താണി തന്നെയാണ് ബ്ലൗസായിട്ട് വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കിക്കോട്ടെ, ഇതാണ് മുന്താണി കേട്ടോ. ബ്ലൗസില്ലേ വേറെയാണേ, ബ്ലൗസിൻ്റെ അറ്റത്ത് ഇതാ ബ്ലൗസ് ഉട്ടാസ് വന്നിട്ട് ഇങ്ങനെ ആ ഒരു ബോർഡർ തന്നെ വന്നിരിക്കുന്നു. മുന്താണിയാണ് സൂപ്പർ മുന്താണി. ഒരു ആൻറ്റിക് സെറി വീവിങ് വരത്തില്ലേ, കണ്ടോ, ആൻറ്റിക് സെറി വീവിങ് വരത്തില്ല, അങ്ങനത്തെ വീവിങ് ആണ് മുന്താണിക്ക് കൊടുത്തിരിക്കുന്നത്. നോക്ക്, അത് ബ്ലൗസാ, ഇതാ മുന്താണി. ടാസിൽസ് ഒക്കെ കൊടുത്ത് ബ്ലൗസ് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ നല്ല ഒനിയൻ്റെ ഡാർക്ക് ഷെയ്ഡ്, ഒനിയൻ പിങ്ക്. കണ്ടോ, നല്ല സാരിയാ, സോഫ്റ്റ് സിൽക്കാണ്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. നല്ല ഡാർക്ക് ലാവണ്ടർ, നല്ല ഡാർക്ക് എന്ന് പറയാൻ ഇരുണ്ട് പോകുന്ന ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല എടുപ്പുള്ള ലാവണ്ടർ കേട്ടോ, നല്ല ലാവണ്ടറാ. ഗ്രീൻ, പാരറ്റ് ഗ്രീൻ്റെ ഡാർക്ക്, ഇത് തന്നെയാണ് മുന്താണിയായിട്ട് വരുന്നത് കേട്ടോ. കണ്ട, ഞാൻ എപ്പോഴും ശരിക്കും സാരി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴേ
എനിക്ക് അത്യാഗ്രഹമാണോന്ന് അറിയത്തില്ല, എനിക്കെപ്പോഴും അത് നമ്മൾ കൊടുക്കുന്ന വിലയുടെ ഒരു ഡബിൾ ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹം. എല്ലാവർക്കും എന്നെ പോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക്. നല്ല ഡാർക്ക് പീക്കോക്ക് ബ്ലൂ, നല്ല കളറാട്ടോ. നമുക്ക് മുന്താണിയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തെ സാരികൾക്കൊക്കെ എന്നാ വിലയായിരുന്നു. ഇങ്ങനത്തെ ഇങ്ങനെ സെമി സിൽക്ക് അങ്ങനത്തെ സാധനമൊന്നും ഇറങ്ങുന്ന എൻ്റെ ഓർമ്മക്കുറവുണ്ടാകുന്ന വെച്ചാൽ നമ്മൾ കുട്ടികളായിട്ടിരിക്കും, നമുക്ക് സാരിയെ പറ്റി അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു ചെറിയ പ്രായത്തിൽ തൊട്ട് ഞാനൊരു തുണിപ്രാന്തിയാണ്. തുണിക്കടയിൽ കയറ്റി വിട്ടാണല്ലേ എനിക്ക് ഇഷ്ടമാണെന്നറിയോ. സ്വന്തം തുണിക്കടയിലല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം. പർച്ചേസിന് പോകുമ്പോഴത്തെ തുണിക്കട. എനിക്ക് അവിടെ ഞാൻ അവിടെ ഇരുന്ന് സെയിൽസ് സ്റ്റാഫിനോട് പറയും, ഒരു ദിവസം മുഴുവൻ ഇതിനകത്തിരുന്ന് ഞാൻ ബോറടിക്കത്തില്ല. എനിക്ക് സത്യം ഞാൻ പറയാം. ഇത് വൈൻ കളർ, നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ആൻറ്റിക് ചെറി ബോർഡർ ആയതുകൊണ്ട് നല്ലൊരു വൃത്തിയാണ്. കണ്ടോ? ഭയങ്കര തിളക്കം കാര്യങ്ങളെന്നുള്ളതല്ല. തിളക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ബോഡിയിൽ സെമി സോഫ്റ്റ് സിൽക്കിൻ്റെ ആ ഒരു സ്റ്റഫ് തിളക്കമുണ്ട്. അല്ലാതെ ഇവിടേക്കൊക്കെ വന്നേക്കുന്നത് ഇങ്ങനെ ഈ ആൻറ്റിക് ചെറി ബോർഡർ ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു വൃത്തിയാണ്. ബ്ലൗസ് സെയിം തന്നെ വന്നിട്ട് ബൂട്ടാസുമായിട്ട് ഈ ഒരു ബോർഡർ, കൈക്ക് ഈ ഒരു ബോർഡറും കൂടെ വരും. നല്ല രസമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അത്രേ ഉള്ളൂ. വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇതൊക്കെ യൂണിഫോം ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് മീൻസ് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം വേണം. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഒന്നിച്ച് ഒരുപോലത്തെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അവൈലബിൾ ആണ്. വീഡിയോ കാണിക്കുന്ന ദിവസം, ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞ് തീർന്നു പോകുമെന്ന് അറിയത്തില്ല. താങ്ക് യു.